പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം വകുപ്പ് സഹമന്ത്രിയുമായ ശ്രീ സുരേഷ് ഗോപി അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. ഈ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്ത ശ്രീ കെ രാജൻ അവർക്ക്, ശ്രീ സി സി മോഹൻ, ശ്രീ വി എസ് ഫ്രണ്ട്സ് അദ്ദേഹം എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവർ എത്താനുള്ള ബുദ്ധിമുട്ട് അറിയിച്ചു. ഇതിനുശേഷം നടക്കുന്ന ദിശ മീറ്റിംഗിൻ്റെ തയ്യാറെടുപ്പിലാണ്. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ കെ രാധാകൃഷ്ണൻ, പാവണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഹരി തുടങ്ങി മറ്റ് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, അതിഥികൾ, മാധ്യമ സുഹൃത്തുക്കൾ, സഹോദരി സഹോദരൻ. ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ ശക്തി ഗ്രാമങ്ങളിലാണ്. ഗ്രാമങ്ങളെ സ്മാർട്ടാക്കാതെ നാടിൻ്റെ പുരോഗതിയും സമഗ്ര വികസനവും സാധ്യമാകില്ല. സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതിയുടെ ഭാഗമായി തറക്കല്ലിടുന്ന ചടങ്ങിലൂടെ നമ്മുടെ ആവണിശ്ശേരി പഞ്ചായത്തിലെ ഭരണ സംവിധാനത്തെ കൂടുതൽ ജനകീയവും കാര്യക്ഷമവും ആക്കാനുള്ള ഒരു വലിയ കാൽവയ്പ്പിന് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മളെല്ലാവരും ഈ മുഹൂർത്തത്തിൽ. ജനങ്ങൾക്ക് സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ നേരിടേണ്ടി വരുന്ന കാത്തിരിപ്പും ബുദ്ധിമുട്ടുകളും കുറയ്ക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ വില്ലേജ് ഓഫീസുകളുടെ നവീകരണത്തിനും പുതിയ ഓഫീസ് നിർമ്മാണത്തിനുമായി 27.9 കോടി രൂപയും മൂലധന ചെലവിനായി 42.9 കോടി രൂപയും ധനകാര്യ മന്ത്രാലയം, കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പൊതു ടെൻഡറുകളിലൂടെ പൊതുമരാമത്ത് വകുപ്പ്, സിവിൽ, ഇലക്ട്രിക്കൽ തുടങ്ങിയ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതിലൂടെ ഭാവിയിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് ഗ്രാമീണ തലത്തിൽ തന്നെ ജനങ്ങൾക്ക് മികച്ച സേവന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. സ്മാർട്ട് വില്ലേജ് ഓഫീസുകളിൽ ഡിജിറ്റൽ ഉപകരണങ്ങളും ഇ ഗവേണൻസ് സൗകര്യങ്ങളും ഉപയോക്തൃ സൗഹൃദ ഫ്രണ്ട് ഓഫീസുകളും സുരക്ഷിതമായ രേഖാശാലകളും പൗരന്മാർക്ക് വിശ്രമിക്കാവുന്ന കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലുമായി 14 ജില്ലകളിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 62 വില്ലേജ് ഓഫീസുകളിൽ ഒന്നായി ആവണിശ്ശേരി ഇന്ന് പുതിയൊരു വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. ഏങ്ങണ്ടിയൂർ, മുക്ലിയം, കടുകുറ്റി എന്നിവയാണ് ജില്ലയിലെ തിരഞ്ഞെടുത്ത മറ്റ് പഞ്ചായത്തുകൾ. ഇതിനകത്ത് ഒരു രാഷ്ട്രീയവും കേന്ദ്ര സർക്കാരും കേരള സർക്കാരും നോക്കിയില്ല എന്ന് ദൃഷ്ടാന്തമാക്കാൻ ആവണിശ്ശേരി ഒരു പഞ്ചായത്താണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും പറയുമ്പം രാഷ്ട്രീയമില്ല എന്ന് പറയുന്നത് കേന്ദ്രത്തിനുമില്ല. അതുകൊണ്ടാണ് ഈ 62 പദ്ധതികൾക്കും ഇങ്ങനെ ഒരു കേന്ദ്ര ധനസഹായം വന്നിട്ടുള്ളതും അതിൻ്റെ വഴിയും അത്രയും സുതാര്യമാണ്. ഈ പദ്ധതി വഴി ഗ്രാമീണ മേഖലയിലെ ഭരണ സംവിധാനത്തെ സുതാര്യമാക്കുകയും ജനങ്ങൾക്ക് കാര്യക്ഷമവും വേഗത്തിലുള്ളതുമായ സേവനം ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ ഭരണത്തിലും വികസനത്തിലും ഒരു ജനകീയ വിപ്ലവത്തിന് വഴിയൊരുങ്ങും. ജനങ്ങൾക്ക് വീടുകളിൽ നിന്ന് തന്നെ അപേക്ഷ നൽകാനും അവരുടെ അപേക്ഷയുടെ പുരോഗതി അറിയാനും ഇതിലൂടെ കഴിയുന്നു എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകതയാണ്. അതിലേക്ക് ഉയർത്തപ്പെടുകയാണ്. അത് കാലഘട്ടത്തിൻ്റെ സാങ്കേതികമായ വളർച്ചയുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് മോദി സർക്കാരിന് വ്യക്തമായ ഒരു ദേശീയ ഡിസൈനുണ്ട്. ആ ഡിസൈനിലേക്ക് ആവണിശ്ശേരിയും കേരളത്തിലെ ഒരുപിടി പഞ്ചായത്തുകളും അല്ലെങ്കിൽ വില്ലേജുകളും അതിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സവിശേഷത തന്നെയാണ്. മോദി സർക്കാരിൻ്റെ കാലത്ത് ഒരു വകുപ്പ് മാത്രമല്ല, ആരോഗ്യ മേഖലയിൽ നിന്ന് അടിസ്ഥാന സൗകര്യ വികസനത്തോളം വ്യാപിച്ച നിരവധി മേഖലകൾക്ക്
സഹായം ലഭ്യമാക്കിയിട്ടുണ്ട്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമായി നിരവധി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ നവീകരിക്കപ്പെടുകയും പല സബ് സെന്ററുകൾക്കും ഹെൽത്ത് ഗ്രാന്റ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആവണിശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സബ് സെന്റർ അതിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണ്. 2019 കാലഘട്ടത്തിൽ ആവണിശ്ശേരിയുടെ ഒരു ആശുപത്രി അതൊരു ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്തുന്നതിന് വേണ്ടി 50 ലക്ഷം രൂപ MP ലാഡ്സിൽ നിന്ന് നൽകുകയും അതിൻ്റെ ഗതി ഏത് തരത്തിലുള്ള ദുർഗതിയായി എന്നുള്ളത് കളക്ടറുടെ ഓഫീസും പ്ലാനിംഗ് ഓഫീസറും മറ്റ് എല്ലാ ജനപ്രതിനിധികളും ജനങ്ങളുടെ വോട്ട് മേടിച്ച് ജയിച്ച ഏത് പാർട്ടിയിൽ നിന്ന് ജയിച്ചു വന്നു എന്നുള്ളത് ഒരു പ്രസക്തമായ കാര്യമേ അല്ല. ജയിച്ചു വന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ എല്ലാവരും ഒത്തുചേർന്ന് ഭാഗവാക്കാവണം എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ ദൃഷ്ടാന്തം. അപ്പോൾ അതിനെ സംബന്ധിച്ച് കേസ് പോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ള 50 ലക്ഷം ലാപ്സ് ആണ്. അത് കേസ് തന്നെ പോവുകയാണ്. അത് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ആവണിശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം രാജ്യസഭാ അംഗമായിരുന്ന കാലത്തും ഇപ്പോൾ ലോക്സഭാ അംഗമായതിനു ശേഷവും നിരവധി വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തെരുവുകളിലേക്ക് വൈദ്യുതി എത്തിക്കാൻ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തു, നിരവധി റോഡുകളും കാനകളും നിർമ്മിച്ചു, പ്രധാന ജംഗ്ഷനുകളിൽ ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചു, പുതിയ അംഗൻവാടി കെട്ടിടവും പകൽ വീടും നിർമ്മിച്ച് നാട്ടുകാരെ സേവിക്കാൻ ഒരവസരമുണ്ടായി എന്നുള്ളത് ദൈവം അനുഗ്രഹിച്ചതുകൊണ്ട് മാത്രമാണ്. ഇന്ന് ഇവിടെ നിന്ന് ആരംഭിക്കുന്ന ഈ യാത്ര ആവണിശ്ശേരിയെയും തൃശ്ശൂരിനെയും കേരളത്തെയും ഒരു പുതുമുഖ ഭാവിയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന എന്നുള്ള ഒരു അവസ്ഥയിൽ വലിയ ഉറപ്പാണ് മോദി സർക്കാരിന് ഈ പദ്ധതിയിൽ പങ്കുചേർന്നുകൊണ്ട് പ്രഖ്യാപിക്കുവാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആവണിശ്ശേരി പഞ്ചായത്തിന് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും അടിത്തട്ട് വികസനത്തിൻ്റെ അടിത്തട്ട് ഫോക്കസ് നമുക്ക് എത്തിച്ചേരേണ്ട കേന്ദ്രങ്ങളാണ് ഓരോ വാർഡ്. അപ്പോൾ ആ വാർഡുകളുടെ എല്ലാം ഒരു ക്രോഡീകരിച്ച വികസന സംവിധാനം പഞ്ചായത്തുകളിലൂടെയാണ് നടക്കേണ്ടത്. അതിൽ മോദി സർക്കാരിൻ്റെ പിന്തുണ എക്കാലവും ഉണ്ടാവുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ജയ് ഭാരത്. ഒപ്പം ഇതും കൂടി ഒന്ന് ഒരു രേഖയിൽ പെടുത്തേണ്ട കാര്യമാണ്. ഇവിടെ ഇന്നിപ്പം ആവണിശ്ശേരി പഞ്ചായത്തിലെ കാര്യവും പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ കാര്യങ്ങളുമാണ് പറഞ്ഞത്. പക്ഷേ 14 ജില്ലയിലെയും ആ ഡീറ്റെയിൽസ് ഒന്ന് ഞാൻ വായിക്കാം. തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റൂർ, വെമ്പായം, അതിയന്നൂർ, ആര്യനാട്, മൂതാക്ക ഇത്രയും വില്ലേജ് ഓഫീസുകളുടെ പുനരുദ്ധാരണമാണ് അല്ലെങ്കിൽ ഉയർപ്പാണ് സാധ്യമാക്കുന്നത്. കൊല്ലം ജില്ലയിലേക്ക് വരുമ്പോൾ ആര്യൻകാവ്, ക്ലാപ്പന, ചിത്തറ, പത്തനംതിട്ടയിൽ ഇരവം, നെടുമ്പ്ര, ആലപ്പുഴ ജില്ലയിൽ അരൂർ, വിയ്യപുരം, ആറാട്ടുപുഴ, മാന്നാർ, പുറക്കാട്, ഇടുക്കി ജില്ലയിൽ കരിമണ്ണൂർ, കുടയത്തൂർ, പാമ്പാടുംപാറ, പള്ളിവാസൽ, കോട്ടയം തീക്കോയ്, കുറിച്ചിത്താനം. എറണാകുളം ജില്ലയിൽ കണയന്നൂർ ഗ്രൂപ്പാണ്, കുമ്പളം, അസമന്നൂർ, കറുകുറ്റി, ചെങ്ങമന. തൃശ്ശൂർ ജില്ലയിൽ ആവണിശ്ശേരി, ഏങ്ങണ്ടിയൂർ, മുഫ്ലിയം, കടുകുറ്റി. ഇത് നേരത്തെ പ്രതിപാദിച്ചു. പാലക്കാട് ജില്ലയിൽ കോട്ടത്തറ, കൊട്ടാശ്ശേരി, നഗലശ്ശേരി, ലക്കടി പേരൂർ, കണ്ണാടി, ഇരുത്തമ്പതി, കാവശ്ശേരി. മലപ്പുറം ജില്ലയിൽ കുഴിമണ്ണ, കരുവാരക്കുണ്ട്, ആനക്കയം, വണ്ടൂർ, മുതവല്ലൂർ, അങ്ങാടിപ്പുറം, വെട്ടത്തൂർ, കൽപ്പകഞ്ചേരി, ആലംകോട്.
കോഴിക്കോട് ജില്ലയിൽ ചെറുവണ്ണൂർ, ചെമ്പനോട, തിക്കോടി, നടുവന്നൂർ, ഈങ്ങപ്പുഴ. വയനാട് തൃക്കൈപ്പേട്ട, തവിഞ്ഞൽ. കണ്ണൂർ പാപ്പിനിശ്ശേരി, മാവിലായി, പെരിങ്ങം, ചവശ്ശേരി, കീഴല്ലൂർ, മണിയൂർ. കാസർഗോഡ് കിനാനൂർ, ചെങ്ങള, ബാരി. ഇങ്ങനെയാണ് 62 കേന്ദ്രങ്ങളുടെ പുനരുദ്ധാരണവും ഉയർപ്പും നടപ്പിലാകുന്നത്. മോദി സർക്കാരിന് നന്ദി, സഹകരണത്തിന് കേരള സർക്കാരിനും പ്രത്യേകം നന്ദി. ഒരിക്കൽ കൂടി ജയ് ഭാരത്. ആശംസകൾ അർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട